എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഓപ്പൺ കൊടുത്തുകൊണ്ട് രണ്ട് കുളത്തും ഫ്രണ്ടിലൊരു ബോക്കെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിൻ്റെ അളവ് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് ഇത് അടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അളവ് ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അടിച്ച് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് 17 ഇഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ ഈ യോക്ക് 5.5 ഇഞ്ച് വരുന്നുണ്ട്. യോക്ക് 5.5 ഇഞ്ച്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ 7 ഇഞ്ചാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് 9, അടിഭാഗത്തും 9. ഇതാണ് ഇതിൻ്റെ അളവ് കേട്ടോ. ഇത് ഒരു വയസ്സ്, ഒരു 1.5 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടിക്ക് ഏകദേശം കറക്റ്റ് ആകാരം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് കട്ട് ചെയ്യാൻ നോക്കാം ഫസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അതിന് ഇതേപോലെ ഒരു പീസ് എടുത്തുകൊണ്ട് കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു കറക്റ്റായിട്ടൊരു ലൈന് വരയ്ക്കുക. യോക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. ഇത് ടോട്ടൽ ലെങ്ത്ത് 17 ഇഞ്ചാണ് അടിച്ച് കഴിഞ്ഞാൽ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യോക്ക് ഒരു 5.5 ഇഞ്ച് ഇട്ടാൽ മതി. ഒരു 5.5 ഇഞ്ചാണ് ഇതിൻ്റെ യോക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 5.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 6.5 ഇഞ്ചിലാണ് ഇത് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് എൻ്റെ എക്സ്ട്രാ രണ്ട് ഭാഗത്തും വരുന്ന തുമ്പടക്കം കൂട്ടിയിട്ടാണ് 5.5 യോക്കുള്ളത്. 1 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ പകുതി 3.5. ഓക്കെ, അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി, അങ്ങനെ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് മാർക്കിങ് കൂടെ കൂടിക്കാണ്ട് ഇതുപോലെ ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ റിഗാൾ മാർക്ക് ചെയ്യാണ്. റിഗാൾ ഒരു മുകളിൽ നിന്ന് ആ ലൈനിൽ ആ മാർക്കിങ്ങിൽ നിന്ന് അടിഭാഗത്തേക്ക് ഒരു 3.25 മാർക്ക് ചെയ്യുക. അതേപോലെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപടിയും മാർക്ക് ചെയ്യുക കേട്ടോ. മുകളിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ടൊരു 3.25. ഓക്കെ, ഇന്ന് ഇഞ്ച് ചെസ്റ്റിൻ്റെ ലൂസാണ് 9 ആണ്. 9ൻ്റെ പകുതി 4.5 മാർക്ക് ചെയ്യുക. എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടിയിൽ ലൂസ് 4.5, എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പ്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ലൈൻ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ക്രോസ് വരയ്ക്കുക. ഇതേപോലെ ഒരു ക്രോസ് വരയ്ക്കുക. ഈ റിഗാളിൻ്റെ ഷേപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഇതേപോലൊരു ഷേപ്പ് വരയ്ക്കുക. ഇനി ഇതിൻ്റെ കഴുത്താണ് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ അടിഭാഗത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക. അതുപോലെ കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്യാണ് കേട്ടോ. കറക്റ്റ് നമ്മളെ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടോ. ഓക്കെ, എന്നിട്ട് കഴുത്തും കട്ട് ചെയ്യാണ്. കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കഴുത്തും കട്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് യോക്കായി. ഇനി ബാക്ക് കട്ട് ചെയ്യണം അടുത്ത്. ഓക്കെ, ഫസ്റ്റ് തുണി 2 മടക്കിൽ ഫോൾഡ് ചെയ്തിടാണ് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ലൈൻസ് വരയ്ക്കുക. ഒരു ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് വലിച്ചിക്കാണ്ട് തുമ്പിട്ടിക്കാണ്ട് ഇതുപോലെ ലൈൻസ് വരച്ചിക്കാണ്ട് ആ ഫ്രണ്ടിൻ്റെ യോക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇവിടുന്ന് 1 ഇഞ്ച് വേണം കേട്ടോ ഈ എക്സ്ട്രാ പുറത്തേക്ക്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്ക്. ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ. ഇത് ഡബിൾ തുണിയാണ്. ഡബിൾ തുണി ഫോൾഡ് ചെയ്തിട്ടേക്കാണ്. ഇതേപോലെ അതേ അളവിൽ തന്നെ ആ ഫ്രണ്ടിൻ്റെ അതേ അളവിൽ കറക്റ്റായി കട്ട് ചെയ്യുക. ഈ ഭാഗത്തേക്ക് ഈ മാറിൻ്റെ ഭാഗത്തേക്ക് എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പിട്ടിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, ആ എക്സ്ട്രാ തുമ്പിട്ട് അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ആ ലൈൻസിൽ കറക്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ബാക്കത്തെ കഴുത്ത് മാർക്ക് ചെയ്യാണ്. ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്ക് കഴുത്ത് കുറച്ച് കയറിക്കാണ്ടല്ലേ കയറാം. അപ്പോൾ അതുപോലെ ഷേപ്പ് വരച്ചതിന് കട്ട് ചെയ്യുക. ആ 1 ഇഞ്ചിൽ അവിടെ ഒരു വെട്ടിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ട് യോക്ക്, ഇത് ബാക്ക് സൈഡിക്ക് ഇതേപോലെ വരും. ഇവിടെ ഫോൾഡ് ചെയ്യും. എക്സ്ട്രാ ഒരു ഇഞ്ച് ഇട്ടിട്ടില്ലേ, അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം. അവിടെ ബാക്കിൽ കുളത്താണ് വരുന്നത്. അത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം, അടിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്കുള്ള സ്കേർട്ട് പീസില്ലേ, അത് കട്ട് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 26 ആണ്. അതിൻ്റെ വീതി 20 ഇഞ്ചാണ്. അങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെൻട്രൺ ഫോൾഡ് ചെയ്തു. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു. അപ്പോൾ 4 മടക്കായിട്ട് അപ്പോൾ തുണി കിടക്കുന്നുണ്ട്. ഓക്കെ,
അടുത്തത് ഇതിൻ്റെ യോക്ക് പീസ് എടുക്കുക കേട്ടോ. ഫ്രണ്ടിൻ്റെ ആ യോക്ക് പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിക്കുക. ആ സ്കേർട്ട് പീസിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിക്കുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് 17 ഇഞ്ച് ലെങ്ത്താണ്. അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടുക. 17 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടിയിട്ട് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക കേട്ടോ. 17 ഇഞ്ച് ലെങ്ത്താണ്. അതിൽ കൂടി 1 ഇഞ്ച് കൂടുതൽ ഇട്ടുകൊണ്ട് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഏകദേശം ഒരു 2 ഇഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുകയാണ്. ഇതേപോലെ. ഓക്കെ, ഇനി ഇതിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞത് 2 പീസ് ഉണ്ട്. അടിഭാഗത്തേക്കുള്ള സ്കേർട്ടിൻ്റെ 2 പീസ്. ഓക്കെ, ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. 2 ചെസ്റ്റ് ഫ്രണ്ടിൻ്റെ യോക്കാണത്. ഈ യോക്ക് എടുത്തിട്ട് ഇതിന് കറക്റ്റായിട്ട് ഒരു ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയിൻ പീസ് ഒരു ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ റിഗാൾ ഇവിടെ ഇങ്ങനെ അടിക്കുക. അതുപോലെ കഴുത്ത് ഇങ്ങനെ ചോട്ടി വീതിക്ക് ഇങ്ങനെ അടിക്കുക. അതേപോലെ ഈ റിഗാളിൻ്റെ ഇവിടെയും ഇങ്ങനെ അടിക്കുക. ഓക്കെ, ആ ലൈനിങ് പീസും വെച്ച് കണ്ട് അടിക്കുകയാണ്. ലൈനിങ് പീസ് കട്ട് ചെയ്യണമെങ്കിൽ അതിൽ കൊടുത്തിട്ടില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ലൈനിങ് പീസ് കട്ട് ചെയ്യേണ്ട കൊടുത്തിട്ടില്ല. അതേപോലെ റിഗാൾ ഫസ്റ്റ് അടിക്കുക ഒരു 4 ഇഞ്ച് വീതിയിൽ. എന്നിട്ട് കഴുത്ത് ഇതുപോലെ അടിക്കുകയാണ്. കറക്റ്റായിട്ട് ഒരേ അളവിൽ തന്നെ അടിക്കണം കേട്ടോ. ഇതേപോലെ അടിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ടാമത്തെ റിഗാളും അതേ അളവിൽ അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടിച്ചു. എന്നിട്ട് ഈ എക്സ്ട്രാ ഉള്ള ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതായത് റിഗാളും കഴുത്തൊക്കെ കട്ട് ചെയ്യുക. എന്നിട്ടാണ് മറിക്കുകയാണ് കേട്ടോ. ആ ലൈനിങ്ങൾ മറിക്കുകയാണ്. ഇതാ മറിക്കുമ്പോൾ ഇതുപോലെ വരും. ഓക്കെ, കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ളത്തെ പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലൈനിങ്ങൊക്കെ മാറ്റി എക്സ്ട്രാ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ആണ് മറിച്ചു. മറിക്കുമ്പോൾ ഇതുപോലെ വരും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ തെല്ലിനടിക്കുക. ഇതിൻ്റെ എൻഡിലൂടെ റിഗാളിൻ്റെയും കഴുത്തിൻ്റെയും എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യാണ്. കറക്റ്റ് അതിൻ്റെ തെല്ലിന് തന്നെ അടിക്കണം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ കഴുത്തിൻ്റെ തെല്ലിനൂടെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ രണ്ടാമത്തെ റിഗാളും അതേപോലെ അതിൻ്റെ തെല്ലിനൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പീസും അതേപോലെ അടിച്ച് മറിക്കുകയാണ്. ഇതാണ് ബാക്ക് ഉൾഭാഗം. ഈ എൻഡിട്ടത് ഉള്ളിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഒരു ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പീസ് ഇതുപോലെ വെക്കുക. വെച്ചിട്ട് ഇവിടുന്ന് ഈ റിഗാൾ തൊട്ട് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് ഈ കഴുത്ത് ഇങ്ങനെ അടിച്ചിട്ട് ഇതിലിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ എൻഡിലൂടെ അടിക്കുക. ഈ പീസിൻ്റെ ഇതുവരെ അടിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. റിഗാൾ അവിടെ അടിച്ചെടുത്തു. എന്നിട്ട് ഇതിൻ്റെ കഴുത്തടിക്കുകയാണ്. കഴുത്തും അതേപോലെ തന്നെ അടിച്ചിട്ട് ഈ ലാസ്റ്റ് എൻഡിലൂടെ അടിക്കുക. അടി വരെ അടിക്കുക. ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്യേണ്ട കേട്ടോ. രണ്ടാമത്തെ പീസും ഇതാ അതേപോലത്തെ ഒരു പീസ് വെച്ചുകാണ്ട് അതിൻ്റെ ഈ നമ്മൾ ഈ ഇൻഡു ഇട്ടില്ല ഉള്ളിലേക്ക് വരുന്ന ഭാഗം അത് മുകളിലേക്ക് വെച്ചുകാണ്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ. ആ പീസ് സ്റ്റിച്ച് ചെയ്ത അതേപോലെ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ എക്സ്ട്രാ ഉള്ള ഈ തുമ്പൊക്കെയാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് ഇത് മറിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വരും. കറക്റ്റ് മറിക്കുക. അതിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനും ഇതുപോലെ നമ്മൾ ഫ്രണ്ടിന് അടിച്ചില്ലേ അതേപോലെ റിഗാളിനും കഴുത്തിനൊക്കെ മേലടി അടിക്കുക. തെല്ലിനൂടെ അതിൻ്റെ എൻഡിലൂടെ മേലടി അടിക്കുക കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് അടിക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു വന്നിക്കാണ്ട് കഴുത്തിൻ്റെ അവിടെ അടിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ റിഗാളിനും അടിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. മറിച്ചിട്ടുണ്ട്, അതും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ ഫുൾ പീസും മുകളിൽ കൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ക്ലിയറായി. ഇനി ഇത് ഫ്രണ്ടാണ്, ഇത് 2 ബാക്ക് വരും. ഓക്കെ, ഇതാണ് നമ്മളെ മാർക്കിങ്ങുള്ള 2 മാർക്കിങ്ങാണ്. ഇതിപ്പോൾ ഇങ്ങനെ ലൈൻ വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ ലൈൻസ് വരച്ചു.
ഇതാണ് നമ്മൾ ആ മാറിന് എക്സ്ട്രാ ഇട്ട ആ 1 ഇഞ്ച് വീതിയുള്ള ഭാഗം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കാണുന്ന സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എക്സ്ട്രാ 1 ഇഞ്ച് ഒരു സൈഡത്തെ ഫോൾഡ് ചെയ്ത് അടിക്കണുള്ളൂ. ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഭാഗം നമുക്ക് ഇതുപോലെ കയറ്റി വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അവിടെ അതിൻ്റെ അടിഭാഗത്ത് കുളത്തി വരും. അപ്പോൾ കറക്റ്റ് ആകാരം ഫ്രണ്ടിൻ്റെ അളവ് കറക്റ്റ് ആകാരം ബാക്കും ഫ്രണ്ടും ഒരേ അളവിലാക്കാരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ആ 1 ഇഞ്ച് കയറ്റി വെച്ചിക്കാണ്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ ഒരു ഭാഗം നമ്മൾ മടക്കി അടിച്ചു, ഒരു ഭാഗം അതേപോലെ ഇട്ടു. ആ അതേ ഭാഗത്ത് മുകളിലേക്ക് ഇത് കയറ്റി വെച്ചിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം ഇതേപോലെ കേട്ടോ. ഓക്കെ, ഇത് ബാക്ക് പീസ്. ഇനി ഈ ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാണ്. ഇതേപോലെ 2 തുമ്പ് ഒപ്പം വെച്ച് ഇത് ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്തടിക്കുക. അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് അറിയേണ്ട രൂപത്തിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഈ 2 ഷോൾഡറും അങ്ങനെ ജോയിൻറ്റ് ചെയ്യാം, അറിയണ അങ്ങനെ ജോയിൻറ്റ് ചെയ്യുക. അല്ലാത്തപോലെ ഇതിപ്പോൾ ഏത് തുടക്കക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവേണ്ട രൂപത്തിൽ നമ്മളിത് ചെയ്യണം കേട്ടോ. 2 ഷോൾഡർ ഒപ്പം വെച്ച് കൊണ്ട് ഒറ്റയടി എല്ലാവർക്കും അറിയുള്ളൂ, പെട്ടെന്ന് അറിയും. ആ രൂപത്തിൽ ചെയ്യണേ. കവർ ചെയ്ത് അടിക്കാറുണ്ടല്ലോ അങ്ങനെ അടിക്കുക. അങ്ങനെ ഏറ്റവും വൃത്തി അങ്ങനെ അടിക്കലാണ്. അപ്പോൾ അങ്ങനെ 2 ഭാഗം ഷോൾഡർ 2ഉം ജോയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ തുമ്പ് ബാക്കിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. വെച്ചിക്കാണ്ട് അതിനെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒന്നത് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ 2 ഷോൾഡറിൻ്റെയും ആ ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലൂസ് 9 ഇഞ്ചാണ്. ചെസ്റ്റിൻ്റെ അവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ എല്ലാം അനുസരിച്ച് അതിലാണ് അടിക്കുക കേട്ടോ. അടിഭാഗത്ത് ലൂസ് അതിനാണ് 9 ഇഞ്ച് തന്നെയാണ്. ചെറിയ കുട്ടിക്കല്ല ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുകളിലും ചെസ്റ്റിൻ്റെ അവിടെയും അടിഭാഗത്തും 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ട് അടിക്കണം. പിന്നെ ഇതിൻ്റെ യോക്ക് പറഞ്ഞാൽ കുറച്ച് കയറിക്കുന്ന ടൈപ്പാണ്. കുറച്ചും കൂടെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് കൂടെ കയറി നിൽക്കേണ്ട ഒരു ടൈപ്പാണ് ഇതിൻ്റെ യോക്ക്. നമ്മൾ അത്ര കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ആ സൈഡ് അടിച്ച് 2 സൈഡും അടിക്കുക കേട്ടോ. 9 ഇഞ്ചിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കണ്ട് അടിക്കുകയാണ്. ഇവിടെ 2 സൈഡിൽ അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ആ സ്കേർട്ടിൻ്റെ പീസ് ഉണ്ടല്ലോ അത് എടുക്കുകയാണ്. ഈ 2 പീസും ഇതുപോലെ ഒപ്പം വെക്കുക. ഒപ്പം വെച്ചിട്ട് കറക്റ്റ് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു വെട്ടിട്ട് കൊടുക്കുക. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ വെട്ടിട്ടിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ വെട്ടുന്ന 2 ഭാഗത്തേക്കും 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങനെ സെൻറ്ററാക്കിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സൈഡ് 2 സൈഡും ആ 9 ഇഞ്ചിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 9 ഇഞ്ചിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 2 സൈഡും അതേപോലെ അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം സ്കേർട്ടിൻ്റെ അടിഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ഒരു 4 ഇഞ്ചിൽ ഡബിളായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടോ. അപ്പോൾ അത് ഇതുപോലെ വരും. ഓക്കെ, ഇനി ആ യോക്ക് ഇതിമ്മണ് ഫിറ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഇതിമ്മണ് ഫിറ്റ് ചെയ്യുക. അതോടുകൂടെ സ്കേർട്ടിൻ്റെ പണി കംപ്ലീറ്റായി, സ്റ്റിച്ചിങ് കംപ്ലീറ്റായി. അങ്ങനെ ആ സ്കേർട്ട് ഇതുപോലെ മറിച്ചു. ഇത് ഉൾഭാഗത്തേക്ക് വരേണ്ട ഭാഗം കേട്ടോ. എന്നിട്ട് ഈ ചെസ്റ്റ് ഉണ്ടല്ലോ ഈ യോക്ക് പീസ് ഇതുപോലെ മറിക്കുക. ഇത് നല്ല വശമാണ് ഈ പുറത്തേക്ക് കണ്ടത്. ഇങ്ങനെ വരും. എന്നിട്ട് ഈ യോക്ക് എന്താ ചെയ്യുക വെച്ചാൽ ഇതേപോലെ കറക്റ്റ് മറിച്ച് വെക്കുക. മറിച്ചിട്ട് ഈ സ്കേർട്ട് പീസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. സ്കേർട്ട് പീസിൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് ആ 2 സ്കേർട്ടിൻ്റെ സൈഡ് അടിച്ച ആ തുമ്പും ആ യോക്കിൻ്റെ ആ സൈഡ് അടിച്ച 2 തുമ്പും ഒരേ കറക്റ്റ് ജോയിൻറ്റ് 2ൻ്റെയും ജോയിൻറ്റ് ഒപ്പം വെച്ചുകൊണ്ട് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തിരിക്കട്ടെ ഫുള്ളായിട്ട്. അതായത് ആ യോക്ക് ആ സ്കേർട്ട് പീസുമ്പോൾ ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ 2ൻ്റെയും സൈഡ് അടിച്ച ആ തുമ്പുണ്ടല്ലോ ആ ജോയിൻറ്റ് 2ൻ്റെയും കറക്റ്റായിട്ട് വരണമെന്ന് മാത്രം. എന്നിട്ട് ഇങ്ങനെ റൗണ്ടിലും അടിച്ചെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടോ. എന്നിട്ടൊന്ന് മറിക്കുക. അത് മറിച്ച് കഴിഞ്ഞ് ഇതുപോലെ വരും. ഇതിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിച്ച് ഫുള്ള് ക്ലിയറായി. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. കഴുത്തിനോട് ചാരി ഒരു ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ബാക്കിൽ ആ ഓപ്പണിൻ്റെ അവിടെ 2 കുളത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോ സ്റ്റിച്ച് ചെയ്യേണ്ട വീഡിയോ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ബോ സ്റ്റിച്ച് ചെയ്യേണ്ട വീഡിയോ വേറെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. 2-3 ടൈപ്പ് ബോ വെച്ച് കണ്ടൊരു വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ.